ഒരു കുഞ്ഞിനെ നോക്കുന്നവരെ ഒന്നെ നോക്കിയാലേ ഇതെല്ലാം വരത്തുള്ളൂ. ഇത് കണ്ടു അടുത്ത് പൂവിട്ട് വെക്കുന്നത്. പൂവുണ്ടാവും അല്ലേ? പിന്നെ പൂവിട്ടിട്ടാണ് അവിടെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ സുവർണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ എല്ലാ വീട്ടിലും കൃഷിയുണ്ട്. കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് ഏലകൃഷിയാണ്. എല്ലാ വീട്ടിലും അവരുടെ സ്ഥലപരിമിതി അനുസരിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നിറഞ്ഞിങ്ങനെ എല്ലാ വീട്ടിലും കൃഷി ചെയ്തിരിക്കുകയാണ്. ഈ ഏലത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് ഏലം ഇങ്ങനെ പൂത്ത് തളിർത്ത് ഇങ്ങനെ കൊലച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ കൃഷിക്ക് കുറേയധികം പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇന്ന് ഈ കൃഷിയെക്കുറിച്ച് നമുക്ക് വേണ്ടി വിവരിക്കുന്നത് ബേബി എന്ന് പറയുന്ന ഒരു കർഷകനാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി. ഈ 3-4 എണ്ണം വെച്ചാണ് നമ്മൾ എടുക്കുന്നത്. അത് ഓരോ തണ്ടയില് 4 എണ്ണം. മൂത്തത് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ഈ ചവിട്ടിന്ന് ചവിട്ടിന്നല്ല, നമ്മുടെ ഇപ്പൊ ഇവിടെ വരെ മൂത്തതുണ്ട്. ഇതുണ്ട്. അപ്പൊ ഓരോ ലീഫായിട്ട് ഇങ്ങനെ മൂട്ടിന്നാണ് എടുക്കത്തില്ല. ഓരോ ലീഫിൽ നമ്മൾ ഇതുണ്ട്. ഇവിടുന്ന് ഒരെണ്ണം എടുക്കുള്ളൂ. ഇതേന്ന് ഒരെണ്ണം എടുക്കത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് എടുക്കും. അങ്ങനെ മൂത്തത് മാത്രമേ എടുക്കത്തുള്ളൂ. നല്ല ഉറപ്പുള്ളത്. ഈ പച്ച കളർ കണ്ടില്ലേ? നമുക്ക് ഞെക്കി നോക്കുമ്പോ അറിയാം വിളഞ്ഞിട്ടുണ്ടോ ഇല്ല. നമ്മുടെ വിളഞ്ഞത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈ പച്ച കളറുണ്ട് ഏറ്റവും കൂടിയത്. നല്ല പച്ച. ഇത് കണ്ടില്ലേ? ഏറ്റവും കൂടി പച്ച. അപ്പൊ നമ്മൾ അത് വിളഞ്ഞ അത് മാത്രം അടത്തിയെടുക്കും. അതിൽ നിന്ന് എടുക്കും. അപ്പൊ ഒരു മൂട്ടിൽ നിന്ന് ഇപ്പൊ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര കിലോ ഒക്കെ എടുക്കാം? നമ്മൾ ഇത് നോക്കിയേ, നമ്മുടെ ഇവിടെ നിന്ന് ഇത് കണ്ടല്ലേ, ഇതിന് എത്ര ശരവാന്ന് നോക്കിക്കേ. ശരവെന്നാ അതിന് പറയുന്നത്. ശരം. നമ്മുടെ മൂട്ടുകളിൽ നിന്ന് ഒത്തിരി ശരം ഇങ്ങനെ ഇറങ്ങി വന്നേക്ക്. ഇത് കണ്ടില്ലേ? ഫുള്ള് കണ്ടില്ലേ എന്തോരം ഉണ്ട്. അപ്പൊ ഓരോ ശരത്തിൽ നിന്നും നമുക്ക് വിളഞ്ഞ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിന് പറയാൻ നമ്മൾ തട്ടയെന്നാ പറയുന്നത്. തട്ട. അപ്പൊ ഒരു തൈ. അപ്പൊ നമ്മളൊരു തൈ എന്നൊക്കെയാ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ തട്ട എന്നാ പറയുന്നത് അല്ലേ? ഏലത്തട്ടയെന്നാ പറയുന്നത്. ഏലത്തട്ട. ഇത് കണ്ടില്ലേ? ഇപ്പൊ നമ്മുടെ ഒരു മൂട്. അപ്പൊ ഇത് കണ്ടോ? അടുത്ത ഇതെന്ന് ഇത് പോയാലും നമുക്ക് അടുത്ത് ഇവിടെ 2 എണ്ണം കയറി വരിക. ഇങ്ങനെ കിളിച്ചു വരും. കിളിച്ച് കയറി വരിക. അപ്പൊ ഇത് ഒടിഞ്ഞു പോയാലും നമുക്ക് അടുത്ത തട്ട കിട്ടും. അപ്പൊ ഈ തട്ടയാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് ഒരു തൈ നമുക്കിപ്പോ ഒരു തട്ട ഇപ്പൊ ഇവിടെ കൊടുക്കണമെങ്കിൽ 100 രൂപ അടുത്ത് ഒരു തട്ടക്ക് കിട്ടും. ഈ ഒരൊറ്റ ഇതിന് മാത്രം വിലയാണ് ഒരു മൂടിന്. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, ഒരു തട്ട വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരുപാട് ലീഫുകൾ ഉണ്ടായി വരും അല്ലേ? ഒരുപാട് തൈകൾ ഉണ്ടായി വരും. തൈകളല്ല, നമ്മൾ തട്ട ഒത്തിരി വരും. അന്നേരം നമ്മൾ ഇപ്പൊ ഇവിടെ കൊടുത്താലും നമുക്ക് എവിടെ കൊടുത്താലും ഒരു തട്ട കൃഷിക്കാർ മാത്രം ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു തട്ട വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏകദേശം ഒരു 25 തട്ടകളോളം വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഇതേന്ന് നോക്കിക്കോ, ഇതെല്ലാം ഒത്തിരി തട്ടകളുണ്ട് അല്ലേ? 25. അതാണ് ഈ ഒരു കൃഷിയുടെ ഒരു പ്രത്യേകത. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ലോങ് പീരീഡ് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇല്ലയോ? പിന്നെ ഉറപ്പായിട്ടും. ഒരു തട്ട വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്ക് കട്ടപ്പനക്കാരുടെ ഒരു ഏറ്റവും വലിയൊരു മാർഗമാണ് ഈ ഏലകൃഷി. കാരണം അതിൽ നിന്ന് ഒരു വരുമാനം എന്ന് വെച്ചാൽ ഒരു 10-15 ദിവസം കഴിയുമ്പോൾ വരെ നമുക്ക് പച്ചക്കായ പറിച്ചു കൊടുത്താലും നമുക്ക്. അപ്പൊ പച്ചക്കായ്ക്ക് 1 കിലോയ്ക്ക് എത്ര രൂപ കിട്ടും? ഇവിടെ 400 രൂപ ഉണ്ട്. 1 കിലോയ്ക്ക് ഇപ്പൊ കിട്ടുന്നു 3000 രൂപ ഉണ്ട്. ഒരു ഉണക്കി കൊടുത്താൽ 3000 രൂപ 1 കിലോയ്ക്കാണ്. അപ്പൊ നല്ലൊരു വരുമാന സ്രോതസ്സാണ് അല്ലേ ഏലകൃഷി? അല്ല, വരുമാന സ്രോതസ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇടുക്കിക്കാരുടെ ഏറ്റവും വലിയൊരു വരുമാന സ്രോതസ്സാണ് ഏലകൃഷി. അതിനോടൊപ്പം കാപ്പി തേയില എല്ലാം നമുക്കുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഓരോ വീട്ടിലും അവരുടെ സ്ഥലപരിമിതിക്ക് അനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. സ്ഥലപരിമിതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 സെന്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ മണ്ണ് ഒരുക്കുമ്പോൾ എന്തെല്ലാം ഒരു പ്രത്യേകതയാണ് ഏലകൃഷിക്ക് ശ്രദ്ധിക്കേണ്ടത്? ക്ലൈമറ്റ് ഒരു പ്രത്യേകതയുണ്ടോ? ക്ലൈമറ്റ് ഒരു അത്യാവശ്യം ചൂട് കാലാവസ്ഥയിൽ നമുക്ക് അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളൊരു ഇത് വേണം. അല്ല, നമുക്ക് ക്ലൈമറ്റ് വിഷയമല്ല, വെള്ളം ഒരു സ്രോതസ്സാണ്. അത് ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടെങ്കിൽ മാത്രമേ ചൂട് ക്ലൈമറ്റിൽ ഏലം വളർത്തും. പിന്നെ വളമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കണം. നമ്മളൊരു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ ഇതിനെ നോക്കിയാൽ. ജൈവവളമാണ് ഇവിടെ കൂടുതൽ ചെയ്യുന്നത്. ജൈവവളം. രാസവളം ഉപയോഗിക്കുന്നവരുണ്ട്. ജൈവവളമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ബേബി, ഇത് നടുമ്പോ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമ്മളൊരു 2 അടി കുഴി എടുത്താണ് ഒരു തട്ടേ വെക്കത്തുള്ളൂ. ഒരു തട്ട. അപ്പോൾ ഒറ്റ പീസ്, ഒറ്റ മൂട്. അതിൽ നിന്നാണ് പിന്നെ ബാക്കി ഇതെല്ലാം ശാഖകൾ വരുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇതിന് ചാണകമില്ല, അതൊഴിക്കണം. മാസം മുള്ളിട്ട് കൊടുക്കും നമ്മളിവിടെ. ഈ വേര് പോരാൻ വേണ്ടി ഈ ഇത് കണ്ടില്ലേ, വേര് കണ്ടില്ലേ? ഈ വേര് മണ്ണിൻ്റെ അടിയിൽ കൂടെ പോകണം. അപ്പം നമ്മളിവിടെ മുള്ളിട്ട് പൊക്കും. ഇതില്ലേ മുള്ളില്ലേ കുത്തുന്നേ, മുള്ളിട്ട് എല്ലാ മൂലം പൊക്കി വെക്കും. അന്നേരത്തിന് വേറെ ഓട്ടം കൂടും. അന്നേരം നമുക്ക് കായ്ക്ക് നല്ല ബലം കിട്ടും.
അപ്പോൾ നല്ല നീളം ഉണ്ടല്ലേ ഓരോ ലീഫിന്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിനെന്ത് പറഞ്ഞ ശരം എന്നാ പറയുന്നത്? ഇത് ശരം, ഇതൊക്കെ എടുത്തു പോയതാ. ഓക്കെ ഓക്കെ. ഇതൊക്കെ എടുത്താ, ഇതിപ്പോൾ അടുത്ത് അടിച്ചു. ഈ ഒരു ശരം വന്ന് ഇതിൽ നിന്ന് വിളവെടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് ശരം വരുമോ? ശരം വരത്തില്ല, ഇതന്നെ പിന്നെ ഇതിൽ നിന്ന് തന്നെ പൊട്ടും. ഇത് കണ്ടില്ലേ? ഓ, എത്ത് പൊട്ടും ഇല്ലേ? അതിൽ നിന്ന് തന്നെ ശരം അങ്ങനെ. എനിക്ക് തോന്നുന്നു ഒരു ലോങ് പീരീഡ് ആണല്ലേ ഇത്, ഇങ്ങനെ വിളവെടുത്തോണ്ടായിരിക്കും. അതാണ് ഏലത്തിന്റെ ഒരു പ്രത്യേകത അല്ലേ? അതായത് ഒരു അത്ഭുത സസ്യം എന്ന് പറയുന്നത്. അത്ഭുത സത്യം ഒന്നും പറയാനേ പറ്റത്തുള്ളൂ. നല്ല കർഷകനല്ലേ, കർഷകന് വലിയൊരു വരുമാനം. ഇത് എടുത്തു പോയതാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഏലകൃഷി കൂടുതൽ ഇവിടെ ഒരു തണുപ്പ് ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് അനുയോജ്യമായ സ്ഥലമാണ്. തണുപ്പ് ക്ലൈമറ്റ് ഇല്ലെങ്കിൽ വലിയ പാടാണ്, അല്ലെ നമ്മൾ അതുപോലെ നനച്ചു കൊടുക്കണം. ഓക്കെ. അപ്പം മണ്ണൊരിക്കലും നമ്മൾ വളം ചെയ്യണം. പിന്നെ അതേപോലെ ഇതേപോലെ ഏറ്റവും കൂടുതൽ ബെറ്റർ ചാണകപ്പൊടി ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഇടുക്കിയിൽ ആദ്യം ഉണ്ടായ ഒരു സാധനം ഞള്ളാനി അല്ലേ? ശരിക്കും വിളവ് കിട്ടുന്നോ? ശരിക്കും നമ്മുടെ ഇത് ഉണക്കിൽ വന്നത് നമ്മുടെ ഷെയ്ഡ് വെട്ടാറായി. ഓ, മോളില്ലേ? ആ, മേളിൽ. കാരണം ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഷെയ്ഡ് ഇറക്കിയാലേ ആകത്തുള്ളൂ. ഈ മരത്തണലിൽ നല്ല പോലെ വളരും അല്ലേ? മരത്തണൽ ഇവർക്ക് വേണം, ഷെയ്ഡ് വേണം അല്ലേ? എന്നാലും നമുക്ക് അത്യാവശ്യം എരമ്പ് ഇറക്കിയില്ലെങ്കിൽ, എരമ്പെന്നാണ് ഇവിടെ പറയുന്നത്, ഇതിന്റെ ഇലച്ചില്, മരങ്ങളുടെ ഇലച്ചില്. അപ്പോൾ അത് നമ്മൾ ഇറക്കി കൊടുക്കണം. അധികം സൂര്യപ്രകാശം ഏൽക്കാതെ ഷെയ്ഡി വളർന്നാൽ നല്ല പോലെ കളിക്കും അല്ലേ? പിന്നെ ഇത് ഇവിടെ ഈ ഒരു കുഴി പോലെ കാണുന്നുണ്ടല്ലോ, 4 മൂട് കേന്ദ്രീകരിച്ച് ഒരു കുഴി പോലെ കാണുന്നുണ്ടല്ലോ. അത് നമ്മളെ ഇതിനെ മണ്ണ് വിരിക്കും. ഇതിന് അകത്തോട്ട് നമ്മൾ ഈ ചപ്പെല്ലാം മാറ്റിയിട്ട് നമ്മൾ മണ്ണ് വിരിക്കും. അത് നമ്മളിവിടെ പറയുന്നത് മണ്ണ് വിരിക്കുക എന്ന് പറയുന്നത്. ഇതുണ്ടല്ലോ, ഇതിന് മണ്ണ് വിരിക്കാത്തതുകൊണ്ടാണ് ഇതിപ്പം കുറഞ്ഞു. അപ്പൊ ഇവിടെ കുഴി എടുത്തിട്ട് മണ്ണ് മേളിലോട്ട് കയറ്റി കൊടുക്കും. ഇത് നമ്മൾ ആ ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 4 മൂട്. അപ്പൊ ഈ കുഴിയിൽ എനിക്ക് തോന്നുന്നു 4-5 മൂടിനെ ചപ്പിട്ട് നികത്തി എടുക്കാന്നുള്ളൂ അല്ലേ? 4-5 മൂടിനെ നമുക്ക് ഇടാൻ പറ്റും. അപ്പൊ വളപ്രയോഗവും ജലസേചനവും ഷെയ്ഡും അനിവാര്യമാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു കറുത്തട്ട ചിമ്പ എന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ വെട്ടിക്കളയും. ഇതിനകത്തിപ്പോൾ ഒരു പ്രാണി കയറി കഴിഞ്ഞാൽ തണ്ടു തുറപ്പെന്ന് പറയും, നമ്മുടെ നാട്ടിൽ പോലെ തണ്ടു തുറപ്പൻ. അത് കയറി കഴിഞ്ഞാൽ ഇത് മൊത്തം സാധനങ്ങൾ. ഓ, അപ്പൊ അത് വെട്ടിക്കളയും. ഇവിടെ കവാത്തെന്ന് പറയും. ഇത് ഒരു മൂട് വെട്ടിക്കളഞ്ഞിരിക്കുന്നല്ലോ. അത് ഇത് നമ്മൾ കവാത്തെടുത്താ, കവാത്തെന്ന് ഇവിടെ പറയുന്നത്. ഈ ഇങ്ങനെ കേടുവരുന്നതിനെ വെട്ടിക്കളയണം. അങ്ങനെ കളഞ്ഞില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കയറി പിടിക്കും. ഓ, അങ്ങനെയൊക്കെ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ എന്നും ഒരു കുഞ്ഞിനെ നോക്കുന്നവർ തന്നെ എല്ലാ മൂടും നോക്കും. ഓരോ ശാഖകളും ഇതിന് ശാഖകൾക്ക് പറയുന്നത് എന്തിനാ, തൈക്ക് പറയുന്നത് എന്തിനാ? ചിമ്പെന്നാണ് ഇവിടെ പറയുന്നത്. ഓരോ ചിമ്പും മക്കളെ നോക്കുന്ന പോലെ നോക്കണം. നോക്കിയാൽ കൈ നിറച്ച് പൈസ. ഇതുപോലെ ഒന്നും നമുക്ക് വേണ്ട, ഇത് നല്ലപോലെ കൈ നിറച്ച് പൈസ. ഓക്കെ. അപ്പം ഈ പറഞ്ഞാലും തീരത്തില്ല ഈ ഏലകൃഷിയെ കുറിച്ച്. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വേണ്ട ഒരു വീഡിയോ ചെയ്യാം നമുക്ക് അല്ലേ? പിന്നെ ഇത് കണ്ടോ, ഇത് തണ്ടുവരപ്പന, തണ്ടുവരപ്പെന്ന് പറയും. തണ്ട് തുറന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മൂട് മൊത്തം നമുക്ക് കളയും. എല്ലാം ഇപ്പൊ അടുത്ത പൂ ഇട്ടേക്കുന്നുണ്ടോ? കണ്ടോ, അടുത്ത പൂ ഇട്ട് വെക്കുന്നത്. പൂവുണ്ടാവും അല്ലേ? പിന്നെ പൂ ഇട്ടിട്ടാണ് അവിടെ എല്ലാ കായ്ക്കും പൂ വരും. നല്ല മനോഹരമായിട്ടുള്ളൊരു പൂവാണ്, കാണാൻ നല്ല ഭംഗിയുള്ളൊരു. അപ്പൊ എന്നിട്ട് അത് കായാകുകയാണ്. അത് കായാകും. ഇത് ഇനിയിപ്പോൾ ഇതൊക്കെ എടുക്കാറായതാ. നമുക്കിപ്പോൾ ഇങ്ങോട്ട് ഈ നേരെ എടുത്തു പോയതാണ്. പക്ഷെ ഇവിടെ എല്ലാം ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ടല്ലേ, ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിൽക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. കാരണം ഒരു കുഞ്ഞിനെ നോക്കുന്നവരെ ഒന്നെ നോക്കിയാലേ ഇതെല്ലാം വരത്തുള്ളൂ. ഇത് കണ്ടു, ഇതിന് നല്ലപോലെ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ അല്ലേ, നല്ലപോലെ വരുമാന സ്രോതസ്സാക്കാൻ പറ്റുന്ന ഒരു ഒത്തിരി കഷ്ടപ്പാടാണ് കൃഷി രീതിയാണത്. ഒത്തിരി കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇതാ. നല്ല കഷ്ടപ്പെട്ടാൽ നമുക്ക് പ്രയോജനം ഉണ്ടല്ലോ ഈ കൃഷി. പിന്നെ ഉറപ്പായിട്ടും, കാരണം അതുപോലെ നമ്മൾ നോക്കാൻ ഇറങ്ങി പുറപ്പെട്ടാലേ ഉള്ളൂ, അല്ലാതെ പറ്റില്ല. അപ്പൊ എല്ലാം പറഞ്ഞ് നമ്മുടെ വീഡിയോ എത്തിയിരുന്നില്ല. ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ഏലകൃഷിയെ കുറിച്ച് പിന്നീട് നമുക്ക് കാണാം. ഈ ഏലകൃഷി ഇടയ്ക്കൊക്കെ ഓരോരോ മരങ്ങളുണ്ടല്ലോ, എന്തോ മരങ്ങളാണ് ഈ ഷെയ്ഡിന് വേണ്ടി ഇവിടെ നട്ടുപിടിപ്പിച്ചത്? ഏറ്റവും കൂടുതൽ വെച്ച് പിടിക്കുന്ന കരണമരം. കരണം അല്ലേ? കരണമരം. ഇത് ഏറ്റവും കൂടുതൽ വേനൽത്ത് ഏലത്തിനെ സംരക്ഷിക്കുന്ന. ഓ, ചൂടില അല്ലേ ഏറ്റവും കൂടുതൽ ഏലങ്ങളെ സംരക്ഷിക്കുന്ന മരങ്ങളാണ് മിക്കവാറും ഉള്ളവരെല്ലാം ഈ ടൈപ്പ് മരങ്ങൾ. ഇത് തന്നെ ഉള്ളൂ. ഇത് ഈ കറ വീഴത്തില്ല. അല്ലെ നമ്മൾ വേറെ വേമ്പോരൊക്കെ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കറ വീണ് ഏലത്തിന് കേടുവരും. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യത്തില്ല. ഇത് ഏറ്റവും നല്ല മരമാണ് കരണമരം.